ഹായ് എവരി വൺ, മൂഗൻ എയർ ഡ്രോപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ടെസ്റ്റ് നെറ്റ് ജനുവരി 7 ടു ഫെബ്രുവരി 4 വരെ മാത്രമേ റൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എയറിൽ കയറുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഈ പ്രൊജക്റ്റ് $57 മില്യൺ റേസ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. ഇത് പ്രീവിയസ്ലി വെബ്3 എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അവർ റീബ്രാൻഡ് ചെയ്തിട്ട് ദിൻ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ വെബ്3 ആക്ച്വലി ലോഞ്ച് ആയിട്ടുള്ളത് 2022 അന്നാണ് അവരുടെ ഗാലക്സി ടാസ്ക് ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. പിന്നീട് ജൂലൈ 2023 ആ ടൈമിലൊക്കെയാണ് അവരുടെ ബാക്കി ടാസ്കുകളെല്ലാം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ അവർ കുറേ ടാസ്കുകളും ഡെയിലി ചെക്കിനും തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരിക്കലും ഒരു പുതിയ പ്രൊജക്റ്റ് അല്ല, പഴയ പ്രൊജക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ടെസ്റ്റ് നെറ്റ് ജസ്റ്റ് 7th ജാനുവരി ടു 4th ഫെബ്രുവരി റൺ ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇതിൻ്റെ ഫണ്ടേഴ്സ് എല്ലാം കാണാം. ഫണ്ടേഴ്സ് എല്ലാം ഹെവി ഫണ്ടേഴ്സാണ്. Tier 1 ഫണ്ടേഴ്സായ ബൈനാൻസ് ലാബ്സ്, ഹാഷ്കി ക്യാപിറ്റൽ, ഷിൻമ ക്യാപിറ്റൽ, പിന്നെ ആങ്കർ, മൂൺബീൻ തുടങ്ങിയതെല്ലാം, മാന്ത തുടങ്ങിയതെല്ലാം ഭയങ്കര പോപ്പുലറായിട്ടുള്ള VCs ആണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാനാണ് നമ്മൾ അടുത്തത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഈ വീഡിയോയ്ക്ക് അടിയിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ BNB ഫോസെറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ BNB ഫോസെറ്റിൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് BNB മെയിൻനെറ്റിൽ 0.002 BNB നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഓരോ 24 മണിക്കൂറിൽ നമുക്ക് ഒരു വട്ടം മാത്രമേ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാലൻസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിന്ന് 0.002 BNB കോയിൻ BNB ചെയിനിൽ നിങ്ങളുടെ മെറ്റമാസ്ക് വാളറ്റിലേക്ക് സെൻഡ് ചെയ്യണം. അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ നമ്മളിതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഇവിടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോക്കൺ ഒരിക്കലും BNB അല്ല, നേരെ താഴെ വന്നിട്ട് ദിൻ എന്ന് പറഞ്ഞ ടോക്കൺ വേണം സെലക്ട് ചെയ്യാൻ. ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ അറിയാതെ BNB കൊടുത്തിട്ട് ഒരു വട്ടം ഫോസെറ്റ് ക്ലെയിം ചെയ്തോണ്ട് എനിക്കിതിപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോക്കൺ ഇവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ട് സെൻഡ് അടിക്കുക. അപ്പോൾ ഒരു ക്യാപ്ച ഓപ്പൺ ആയി വരും, അത് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ വോട്ടിലേക്ക് അവർ അത് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ BNB ചെയിൻ ഡിസ്കോഡ് ഫോസെറ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോസെറ്റിലേക്ക് വരും. അപ്പോൾ അതിൽ ടെസ്റ്റ് നെറ്റ് ഫോസെറ്റ്, ആദ്യം ഇതിൽ ജോയിൻ ചെയ്യുക, വെരിഫൈ ചെയ്യുക. എന്നിട്ട് ടെസ്റ്റ് നെറ്റ് ഫോസെറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഹാഷ് അടിച്ചിട്ട് ഫോസെറ്റ് ഫസ്റ്റ് കാണുന്നത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്പേസിൽ നമ്മുടെ അഡ്രസ്സ് മെറ്റമാസ്ക് അഡ്രസ്സ് കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാപ്ച ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മൾ ആ ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ യു ആർ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് നെറ്റ് വോട്ടിലേക്ക് ആ ഫണ്ട് അവർ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഫണ്ട് മിനിമം ബാലൻസ് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. BNB ഫോസെറ്റ് എങ്ങനെയാണ് മിനിമം ബാലൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത് കൂടി ഉള്ളൊരു വഴിയാണത്. അപ്പോൾ അത് രണ്ടും കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ദിൻ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുക, അതിൽ നമ്മുടെ വാളറ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ BNB ചെയിൻ ഫോസെറ്റ് അത് ഓട്ടോമാറ്റിക് വരും. ഇതിൽ നമ്മൾ ദിൻ കോയിൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം BNB ചെയിനിലേക്ക് മാറ്റണം. സെലക്ട് ചെയ്തിട്ട് 10 നമുക്ക് കിട്ടുക. അത് ചെറിയ എമൗണ്ട് ആയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. കൂടുതൽ ട്രാൻസാക്ഷനും കൂടുതൽ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരെണ്ണം കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞു മുന്നത്തെ സ്റ്റെപ്പിൽ ഞാൻ അറിയാണ്ട് ഇവിടെ ഇതിന് പകരം ഇത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ആരും മണ്ടത്തരം ചെയ്യേണ്ട. എന്നിട്ട് ഇവിടെ 1 കൊടുക്കുക, ഇവിടെ അപ്രൂവ് കൊടുക്കുക, പിന്നെ ഡെപ്പോസിറ്റ് കൊടുക്കുക. ട്രാൻസാക്ഷൻ ഓണായി വരും, ഡെപ്പോസിറ്റ് കൊടുക്കുക. അത് ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ട്രയലിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ റാപ്പിഡ് വിതറിയും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആയി. ഇതേപോലെ തന്നെ ദിൻ ടോക്കൺ നിങ്ങൾ ചെയ്താൽ മതി. എൻ്റെ ബാലൻസ് ഇല്ലാണ്ട് ഞാൻ മറ്റേത് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ദിൻ ടോക്കൺ നമ്മൾ ഇതിൽ സ്റ്റേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ടോക്കണാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടോക്കൺ ഇവിടെ 1 അടിച്ചിട്ട്
ഇപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണ്, കാരണം ഞാൻ ആ മുമ്പത്തെ സ്റ്റെപ്പിൽ ദിൻ ടോക്കൺ അല്ല ഇതാക്കിയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻസഫിഷ്യൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് സെലക്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ 5 ടോക്കണാണ് ബ്രിഡ്ജ് ചെയ്തതെന്ന് വെച്ചാൽ 5 കൊടുക്കാം, 1 ആണെങ്കിൽ 1 കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ഡേയ്സ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ടെസ്റ്റ്നെറ്റ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. ജസ്റ്റ് 90 ഡേയ്സ് സെലക്ട് ചെയ്യണം, കൺഫേം ഓർഡർ അടിക്കണം. അത് ഓർഡർ അടിച്ച് കഴിയുമ്പോൾ ട്രാൻസാക്ഷൻ പോപ്പപ്പും ആ ട്രാൻസാക്ഷൻ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് അക്സെപ്റ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ഡാറ്റ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ കയറാൻ നമ്മുടെ വാളറ്റ് കണക്ട് ചെയ്യുക. പിന്നെ കുറേ സ്മോൾ ടാസ്കുകളുണ്ട്. അതെല്ലാം നമ്മൾ ന്യൂബി ടാസ്ക് എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ ഈ ടാസ്കുകളിലേക്ക് വരും. അപ്പോൾ ആ ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ ലാസ്റ്റത്തെ ടാസ്ക് വാലിഡേറ്റ് ഓൺ ചെയിൻ. അതിന് നമുക്ക് OPBNB ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ OPBNB എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് നമ്മുടെ BNB, ഇത് നമ്മുടെ മെയിൻ നെറ്റാണ്, ടെസ്റ്റ് നെറ്റ് അല്ല, മെയിൻ നെറ്റാണ്. അതിൽ നമ്മൾ 0.0001 അത്രയൊക്കെ ആവശ്യം വരുള്ളൂ. കാരണം OPBNB ഭയങ്കര ചിലവ് കുറവാണ്. അതിന് ഗ്യാസ് ഫീ എന്ന് പറഞ്ഞാൽ അത്രയും ചിലവ് കുറവുള്ള ഗ്യാസ് ഫീ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 0.001 മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് അടിക്കണം. ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു $6 വർത്ത് OPBNB കിടക്കുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യണില്ല. നിങ്ങൾ ജസ്റ്റ് ഡെപ്പോസിറ്റ് അടിക്കുക, ട്രാൻസാക്ഷൻ അക്സെപ്റ്റ് ചെയ്യുക, കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ വാലിഡേറ്റ് അമർത്തുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ ഓപ്പൺ ആയി വരും. കൺഫേം കൊടുക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വാലിഡേറ്റ് ആകും. അപ്പോൾ നമുക്കിത് 15 വേഫേഴ്സ് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാത്തത്. എല്ലാവർക്കും അറിയാവുന്ന ടാസ്കുകളാണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി അടുത്ത ടാസ്ക് നമ്മളൊരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക, തന്നെ എക്സ്റ്റൻഷൻ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. അതിൽ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ റൺ ചെയ്യുന്ന എക്സ്റ്റൻഷൻ പോലെയല്ല. സാധാരണ റൺ ചെയ്യുന്ന എക്സ്റ്റൻഷൻ നമുക്ക് എല്ലാ പേജിലും വർക്കാവും. അതായത് നമ്മൾ ഡേപ്പിലാണെങ്കിലും ഏത് വേണമെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാത്തിലും വർക്കാവും. പക്ഷേ ഇത് ട്വിറ്ററിൽ റൺ ആവണ എക്സ്റ്റൻഷനാണ്. നമ്മൾ മുന്നേ ഇതേപോലെ ട്വിറ്ററിൽ മാത്രം റൺ ആവണ പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് അമർത്തുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്വിറ്റർ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ ഇങ്ങനെ സൈഡിലൊരു ബോക്സ് പോലെ കിടക്കും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ പല ടാസ്കുകളുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം അക്കൗണ്ട് കണക്ട് ചെയ്യണം. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ മിഷൻസ് എടുക്കുക. ഈ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക. ഈ ന്യൂബി ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ കംപ്ലീറ്റ് ചെയ്ത ടാസ്കുകളാണ്. ഈ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ 6 മണിക്കൂറിൽ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കണം. അതിനും ചെറിയൊരു ഫീ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ റാൻഡം ഗോഡിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിത് ആരും ചെയ്യേണ്ട. കാരണം ഈ ഒരു ടാഗ് ഇട്ടിട്ട് നമ്മൾ കൂടുതൽ പോസ്റ്റ് ഇടുക, കൂടുതൽ റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ ട്വിറ്റർ അക്കൗണ്ട് ആ വഴിക്ക് പോകും. ഇതേപോലെ മുന്നും കുറേ പ്രൊജക്റ്റ് വന്നിട്ട് ട്വിറ്ററൊക്കെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ട. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പാക്കാണ് നല്ലത്. ആര് പറഞ്ഞാലും നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. അപ്പോൾ അത് ചെയ്യേണ്ട. ബാക്കി ഇതും ചെയ്യേണ്ട. ഈ ന്യൂബി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അതോടുകൂടി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഡെയിലി വന്നിട്ട് ഇത് റീചാർജ് ചെയ്യുക. ഇത് ജസ്റ്റ് നമ്മൾ വിൻ വേഫേഴ്സ് അടിക്കുക. അപ്പോൾ നമുക്ക് 5 വേഫർ കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഇതെല്ലാം മറ്റേ ഗോഡിൻ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഈ മെഷീൻസ് സെലക്ട് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ട്വിറ്റർ എങ്ങാനും ബ്ലോക്കായാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ ട്വിറ്റർ റിലേറ്റഡ് എയർ ഡ്രോപ്പ് നിങ്ങളുടെ നഷ്ടമാകും. അതുകൊണ്ട് നിങ്ങളിതൊന്നും ചെയ്യണ്ട. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞ ഒരു ഫോം ഉണ്ട്. അപ്പോൾ ഈ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യുക. അതിന് വേണ്ടി ഡിസ്കോഡ് നെയിമിൽ നമ്മൾ കൊടുക്കുക EVM അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചെയ്താൽ നമ്മുടെ ഏത് വോളറ്റാണോ അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് അടിച്ചാൽ നമുക്ക് ഇത്രയും റെഫർ അവർ എയർ ഡ്രോപ്പ് ചെയ്ത് തരും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗാലക്സി ടാസ്കുകളുണ്ട്. അപ്പോൾ ഈ ഗാലക്സി ടാസ്കുകൾ ദിൻ ടെസ്റ്റ് നെറ്റ് എന്നുള്ള എല്ലാ ഗാലക്സി ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ഓരോ ടാസ്കുകളുണ്ട്. നിങ്ങൾക്ക് കാണാം. ബ്രിഡ്ജ് ചെയ്യുക, സ്റ്റേക്ക് ചെയ്യുക, റിവാർഡ് ക്ലെയിം ചെയ്യുക. ആ റിവാർഡ് ക്ലെയിം ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേക്കിൻ്റെ അവിടെ പോവുക, ഇവിടെ ക്ലെയിം റിവാർഡ് അടിക്കുക. ഇവിടെ നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലെയിം ചെയ്യാം. അപ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെ എല്ലാത്തിനും ഓരോ ടാസ്കുകളുണ്ട്. അങ്ങനെ ഓരോ ടാസ്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത്
ഈ എല്ലാ ഫുൾ മിഷൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിന് വേറെ മിഷൻസൊക്കെ ഉണ്ട്, മുന്നേ ഇറങ്ങിയ കുറേ മിഷൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഇതേ കണ്ടില്ലേ, ഇതൊക്കെയായിരുന്നു പഴയ ഇവൻറ്റുകൾ. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇതെന്നാ ഇറങ്ങിയെന്ന്, ലോഞ്ച് ആയെന്ന്. ജസ്റ്റ് എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാം. 2022 11-ാം മാസമാണ് ഇതിൻ്റെ ക്വസ്റ്റുകൾ ലോഞ്ച് ആയി തുടങ്ങി. അത്രയും പഴക്കമുള്ള പ്രൊജക്റ്റാണ്. ആരും ഇത് പുതിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാലും അത് നിങ്ങൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പഴയ പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഡെയിലി മറ്റേ ഇതിൽ പോയിട്ട് ഇത് റീചാർജ് ചെയ്യുക. അത്രയാണ് ഇതിൽ ഡെയിലി ടാസ്കുകൾ ഉള്ളത്. എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വരാം. അതുവരെ ഗുഡ് ബൈ.